മികച്ച പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് ആരെ തുണയ്ക്കുമെന്നതാണ് ആകാംക്ഷ. ഏതായാലും കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് വോട്ടർമാർ വലിയ രീതിയിൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ആർമി തയ്യാറാണ്. ഓരോ ബൂത്തുകളിൽ നിന്നും അപ്ഡേറ്റുകൾ നൽകാൻ. നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. ഇപ്പോൾ അവിടെ ചിറ്റൂരിൽ NDA സ്ഥാനാർത്ഥി പ്രണേഷ് രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതായി പരാതി. നമ്മൾ നേരത്തെ പ്രണേഷ് രാജേന്ദ്രന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തയായി നൽകിയിരുന്നു. അതിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുരുകദാസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഹാക്ക് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇത്തരം ഒരു പോസ്റ്റ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച് പ്രണേഷ് ചിറ്റൂർ പോലീസിനെ സമീപിച്ചു. തന്റെ പേജിൽ LDFനായി വോട്ട് ചോദിച്ചുള്ള സന്ദേശം പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മനഃപൂർവ്വമല്ല, അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന് പറയുന്നു. പരാതി നൽകിയിട്ടുണ്ട്. എന്താണിപ്പോൾ NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം വരുന്നത്? വിനീത, ഏതായാലും ഈ വിഷയത്തിൽ പ്രണേഷ് ചിറ്റൂർ പോലീസിൽ പരാതി നൽകിക്കൊണ്ട് നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംഭവം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ മുതലാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ചിറ്റൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് V മുരുകദാസിന്റെ അപര സ്ഥാനാർത്ഥി P മുരുകദാസിന്റെ സ്ലിപ്പുകളും പോസ്റ്ററുകളും അടങ്ങിയിട്ടുള്ള ഒരു കാർ, അതിൽ ആ കാർ ഓടിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. പിന്നീട് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നാട്ടുകാരും അതുപോലെ തന്നെ LDF പ്രവർത്തകരും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു. ഇതിന് പിന്നാലെ തന്നെ LDF പ്രവർത്തകർ വ്യാപകമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഡ്വക്കേറ്റ് V മുരുകദാസിനെ വോട്ട് തേടിക്കൊണ്ട് ഒരുപാട് സന്ദേശങ്ങളും പോസ്റ്റുകളും അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിൽ ഒരു പോസ്റ്റ് അത് പിന്നീട് കാണുന്നത് ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് ഹാൻഡിലാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണ്. ഇതോടുകൂടി വലിയ രീതിയിൽ വിവാദമാവുന്നു. ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടുന്നു എന്ന രീതിയിലുള്ള ആരോപണം തന്നെ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുള്ള സുമേഷ് അച്യുതൻ ഉന്നയിക്കുകയായിരുന്നു. പിന്നാലെ വിവാദമായതും പ്രണേഷ് രാജേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും തന്റെ പേജ് ആരോ ഹാക്ക് ചെയ്തതാണ് എന്ന രീതിയിലുള്ള വിശദീകരണം നൽകുകയും ചെയ്തു. ഏതായാലും ഇപ്പോഴിതാ ചിറ്റൂർ പോലീസിലേക്ക് എത്തി പ്രണേഷ് രാജേന്ദ്രൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തന്റെ ഫേസ്ബുക്ക് പേജ് ചില സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് ഹാക്ക് ചെയ്യുകയും ഇത്തരത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റ് മനഃപൂർവ്വം തന്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഹാക്ക് ചെയ്തിരിക്കുകയാണ്. തന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിഴവോ പ്രവൃത്തിയോ അല്ല അത്. എത്രയും പെട്ടെന്ന് തന്നെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആരാണ് ഈ പേജ് ഹാക്ക് ചെയ്തത് എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് താൻ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചിറ്റൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രണേഷ് രാജേന്ദ്രൻ പറയുന്നത്. പ്രണേഷ് നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയായിരുന്നു. പിന്നീട് പാർട്ടിയുമായി ഇടഞ്ഞതിന് ശേഷമാണ് പ്രണേഷ് BJPയിലേക്ക് ചേക്കേറുകയും NDAയുടെ ചിറ്റൂരിലെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തത്. അവിടെ പ്രണേഷ് അത്യാവശ്യം വോട്ടെല്ലാം പിടിക്കുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം NDA വിലയിരുത്തുകയും ചെയ്താണ്. ഇതെല്ലാം ഈ അവസാന സമയത്ത് അത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും പരാതികൾക്കും പാലക്കാട് യാതൊരു രീതിയിലുള്ള കുറവുമില്ല. പാലക്കാട് കനത്ത ചൂടിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോഴും ഈ വിവാദങ്ങളും പരാതികളും ആരോപണങ്ങളും എല്ലാം പിന്നാലെ ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളാണ്, പരാതിയാണ്. എന്തായാലും NDA സ്ഥാനാർത്ഥി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. തന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നതാണ് പരാതിയിൽ പറയുന്നത്.